ഹായ്, ഞാൻ അനുപമ. ലളിത. ഞങ്ങളിങ്ങനെ ഒരു പിസ്സ വീട്ടിൽ തന്നെ ഒരു പിസ്സ ഉണ്ടാക്കാനൊക്കെയാണ് വിചാരിക്കുന്നുണ്ട്. അത് എളുപ്പത്തിൽ കിട്ടാവുന്നത്, നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ പിസ്സ. അപ്പം പേരക്കുട്ടികളൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ ഭാഗത്തില് ഒരു പിസ്സ ഉണ്ടാക്കാൻ വിചാരിക്കും. ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്, പരിപാടി നോക്കണത്. ശരിയാവുന്നുള്ള വിചാരിക്കുക പ്രതീക്ഷയിലാണ് ഞങ്ങള് ചെയ്യണത്. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ആദ്യം ആ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് കുറച്ച് തക്കാളി, നമ്മുടെ സാധാരണ തക്കാളി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇത് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. അത് ഇങ്ങനെ നീളത്തിൽ ഷേപ്പിലൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരിഞ്ഞതാണ്. പിന്നെ ഇത് സ്വീറ്റ് കോൺ, ബേബി കോൺ. പിന്നെ ഇത് മഷ്റൂം. ഇത് മല്ലിയില കുനുകുനാന്ന് അരിഞ്ഞതാണ്. ഇത് ബ്രൊക്കോളി, ഇത് സുക്കീന, ഇത് ഒണിയൻ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞത്, പൊടിയായി വാരി വിതറാൻ പാകത്തിന് അരിഞ്ഞത്. പിന്നെ ഇത് ഇത് ഹാരപ്പിനോ, ഇത് ചില്ലി ഫ്ലേക്സ്, ഇത് ഒറിഗാനോ. പിന്നെ ഇത് ചീസാണ്. ചീസ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് പിസ്സ ഉണ്ടാക്കാനുള്ള ആ ബാറ്റർ ബേസ്മെന്റ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇത് പിസ്സയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള പിസ്സ സോസ് ആണ്. അത് പിന്നെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കും. അപ്പൊ ആദ്യമായിട്ട് ഈ സോസ് ബേസ്മെന്റ് ആയിട്ട് പിസ്സ സോസ് സ്പ്രെഡ് ആക്കാണ്. ഇതിന്റെ അളവ് കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഏകദേശം നമ്മുടെ ഈ കളറൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ പിസ്സയൊക്കെ കഴിക്കുമ്പോ നമ്മള് ഇതിൽ കംപ്ലീറ്റ് അവിടെ തരത്തില് സ്പ്രെഡ് ചെയ്യുക. ഇതിങ്ങനെ ഒരു 3-4 സ്പൂണ് വേണ്ടി വരും ഈ ഒരു അളവിൽ കിട്ടണമെങ്കിൽ. ഇതിന്റെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോ ഏകദേശം ഒരു 200 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് അഥവാ ഇനി അത് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് 100 ഡിഗ്രി കൂടി കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. രണ്ടാമതൊന്ന് വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കാം. ഇത്ര മതിയല്ലോ അല്ലേ? മതിയോ? ഇനി നമുക്ക് അതില് ഓരോന്നായിട്ട് ആദ്യം ചീസ് ഒരു ലെയർ ചീസ് നമ്മള് ചീസ് നന്നായി സ്പ്രെഡ് ചെയ്തിടുക. അപ്പൊ ഈ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ അല്ലേ പിസ്സ. നെക്സ്റ്റ് ഇനി എന്താ? ഒണിയൻ സ്പ്രെഡ് ആക്കാം. ഒണിയൻ കുറച്ച് നല്ലോണം ഇടാം. നമുക്ക് ഒണിയൻ ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണല്ലോ. അതെ. ഒണിയൻ നല്ലോണം ഇടാം. ഒണിയൻ നന്നായി സ്പ്രെഡ് ചെയ്തിടാം. ഇനി നമ്മൾ ഇതിനെ നന്നായി അലങ്കരിക്കാം. അതെ, കളർഫുൾ ആയി എങ്ങനെയൊക്കെയാണോ നമുക്ക് നമ്മുടെ ഇനി ടൊമാറ്റോ ഇടാം. റെഡ് കളർ ആയിരിക്കും. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബേബി കോൺ ഇടാം. സ്പ്രെഡ് ആക്കണ പോലെ സ്പ്രെഡ് ആയിട്ട് അങ്ങനെ ഇടാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ പറ്റുന്ന പോലെ. ഇനി ബ്രൊക്കോളി ഇട്ടാല് ബ്രൊക്കോളി ഇടാം. നല്ലതാ. അതെ, കളർ ഓണത്തിന് പൂക്കളൊക്കെ അതൊരു ഭംഗിയില് വെക്കാം.
മഞ്ഞ, ചോപ്പ്, പച്ച അല്ലേ? എല്ലാം കളർഫുൾ ആയി കളർഫുൾ ആയിട്ട്. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഈ കളറൊക്കെ കൂടി കാണുമ്പോഴേ ഒരു രസമല്ലേ? ഇനി നമുക്ക് ക്യാപ്സിക്കം ക്യാപ്സിക്കം നല്ല കൊടക്കാല് പോലെ ഇങ്ങനെ നല്ല രസമുണ്ട്. പിന്നെ ഇനി എന്താ ബേബി കോൺ ഉണ്ട് അല്ലേ? ബേബി കോൺ നമുക്ക് അതിനിങ്ങനെ ഒരു നടുവില് എവിടെയിട്ടാ ബേബി കോൺ ഇവിടെ ഇങ്ങനെ നടുവിൽ ഇങ്ങനെ വെക്കാം. മുറിക്കുമ്പോ സ്റ്റാർ ഓരോ പീസിനും കിട്ടുന്ന രീതിയിൽ വെക്കാം അല്ലെ? എങ്ങനെ നമ്മൾ ഇതിനൊരു 6 കഷ്ണാക്കുകയാണെങ്കിൽ ആ 6 കഷ്ണത്തിലും എല്ലാ തരത്തിൽ ഇനി ഇത് വെക്കാം അല്ലെ? ഈ ബ്രൊക്കോളി വെച്ചാലും ബ്രൊക്കോളി കുറച്ച് വെച്ചിട്ട് മഷ്റൂം വെക്കാം. കുറച്ച് അതിന്റെ ഇടയിൽ കൊറിയാണ്ടർ ഇനി കുറച്ച് മഷ്റൂം ഇടാം. പിന്നെ ഇനി എന്താ ഇടുക? ഇതിട്ടാലോ? ഒലീവും ഇനി ഒലീവ് ഇടാം. ഇതിന്റെ ഇടയിൽ ബ്ലാക്ക് കളറൊക്കെ കൂടി വേറൊരു ടെക്സ്റ്റ് വരും. ഈ മറ്റേ ഏലപ്പിനോ ഇതിനൂടി അലങ്കരിക്കാം. ഇതൊരു തരം മുളകാണ് ശരിക്കും. നമ്മളെ ഇവിടെയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞങ്ങള് വാങ്ങിയതാണ്. ഇനി സുക്കീന, ഇത് നമ്മളുടെ കുക്കുംബറിന്റെ വേറൊരു വെർഷനാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മള് ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോ ഇതിലും വെക്കാം. ഇനി ചീസ് വീണ്ടും അതിന്റെ മുകളിൽ അല്ലെ? ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ ഒറിഗാനോ പൗഡേഴ്സ് ഒക്കെ ഉണ്ട്. കയ്യില് മുളകായതുകൊണ്ടേ ചില്ലി ഫ്ലേക്സ് ഇതാണ് ഒറിഗാനോ പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊക്കെ നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ്. ചീസ് ഇനി ഒരു ലെയർ കൂടി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ അപ്പോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദൗത്യം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ എടുത്ത് കഴിയുമ്പോഴേ നോക്കാം. നമ്മളിത് എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൂടി കാണിച്ചു തരാം. വെച്ചു. ഇതിന്റെ മുകളിലാണ് ഈ പിസയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അറ്റാച്ച്മെന്റ് പേപ്പറും പ്രീഹീറ്റ് ചെയ്യണോ? വേണ്ട, ഓണാക്കി പവർ ഓണാക്കി ഈ ടെമ്പറേച്ചർ 200 ഡിഗ്രിയിൽ വെക്കാം. വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ. ഇനി ടൈം 9 സെറ്റ് ചെയ്യാം. നമുക്ക് 10 മിനിറ്റ് നോക്കെ ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കി ഇനി നമുക്ക് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. ഇപ്പൊ ആയിട്ടുണ്ട്, ഇത് ഓഫ് ആയിട്ടുണ്ട്.
നമുക്ക് ഇനി ഇതൊന്ന് എടുത്ത് നോക്കാം. തുറന്ന് നോക്കാം. എടുത്ത് നോക്കാം. ആഹാ ആയി വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട് അല്ലെ? നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാണുമ്പോഴും അതെ നല്ല എന്തായാലും നല്ല അതെ നല്ല ഒരു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നില്ല. അതിനകത്തും നന്നായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. നമ്മളിപ്പം കഴിച്ചിരുന്ന പിസകളൊക്കെ ടെസ്റ്റിൽ തന്നെയാണ് അടുത്തത് കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ കുറച്ചും ഇതിന് ചീസിന്റെ ഒരു കുറവ് തോന്നണ പോലെ ഉണ്ട്. ചീസ് കുറച്ചുകൂടി ഒരു മെൽറ്റ് ആവാനുണ്ടോന്ന് സംശയം. കുറച്ചും കൂടി ചീസ് അടുത്തതിൽ കുറച്ചും കൂടി ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ.